എല്ലാരും പറഞ്ഞു ഇത്ര നല്ല വീടെന്തിനാ പൊളിച്ചേ, ഇത്ര നല്ല വീടെന്തിനാ പൊളിച്ചേ. പക്ഷെ എന്നാലും അതിനൊട്ടും മോശമാവാതെ ഇന്ന സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു വീട്, അതായിരുന്നു ഡ്രീം. അപ്പോ വീട് പണിയുമ്പോ ഹസ്ബൻഡ് ഒരു കണ്ടീഷൻ വെച്ചത് ഒറ്റ നിലയായിരിക്കണം എന്ന് പറഞ്ഞു. ഒറ്റ നില. അപ്പോ പിന്നെ നിന്റെ ഇഷ്ടത്തിന് പണിതോളാനും പറഞ്ഞു. അപ്പൊ എന്റെ ഇഷ്ടങ്ങൾക്ക് ആള് കൂട്ടു നിന്നപ്പോ ഈ വീട് ഇങ്ങനെ പറഞ്ഞു. ഒരുപാട് കഷ്ടപ്പെട്ടും തോന്നുന്നല്ലോ ഈ വീട് ഇങ്ങനെ ആക്കിയെടുക്കാന്. തീർച്ചയായിട്ടും കുറെ കാലത്തെ കഷ്ടപ്പാടുണ്ട്, 2 വർഷത്തെ എന്താ പറയാ കഷ്ടപ്പാടുണ്ട് തന്നെ പറയാം. ഒറ്റ ദിവസം കൊണ്ടൊന്നും വാങ്ങിയിട്ടുള്ളതല്ല. എനിക്ക് തോന്നുന്നു ഒരു 3 വർഷമായിട്ടുണ്ടാവും ഞാൻ പർച്ചേസ് തുടങ്ങിയിട്ട്. അപ്പൊ ഈ ഒരു സ്ഥലം ഈ ഒരു വീടിന്റെ എന്താ പറയാ ഹൃദയമാണെന്ന് ഞാൻ പറഞ്ഞാൽ തെറ്റുണ്ടാവില്ല. തെറ്റില്ല. ബുദ്ധനും കോഴിക്കാർപ്പും ഭയങ്കര ഒരു കോമ്പിനേഷൻ ആയി. അതെ. ഇതുപോലുള്ളതൊക്കെ നിർമ്മിക്കാൻ ഞാൻ പറഞ്ഞു ഇത് തടി കിട്ടുമോ? ഇത് തടി നിർമ്മിച്ച് നമ്മുടെ തടിയുമോ കോൺക്രീറ്റ് ആണ്, കോൺക്രീറ്റിൽ ഡിസൈൻ ചെയ്തുള്ളതാണ്. സാധാരണ രീതിയിൽ ഓപ്പൺ കിച്ചൺ കാണുന്ന സ്ഥാനത്ത് ഇവിടെ ഒരു അക്വേറിയം ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മള് കുക്ക് ചെയ്തിട്ടൊക്കെ ക്ഷീണിച്ചിട്ടൊക്കെ ഒന്നുകൂടി ഇരിക്കുവാണെങ്കിൽ ഒന്ന് കാണാനും ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോ കണ്ടിട്ട് കണ്ട നമ്മുടെ അടുത്ത് വരുമ്പോ കണ്ട അമ്മമാരെല്ലാരും അടുത്ത് വരും അല്ലേ? പക്ഷെ ഇത് വരച്ച് ചെയ്യിപ്പിച്ചതാണ്. അത് നമ്മള് കിട്ടാൻ ഞാൻ ഒരുപാട് അന്വേഷിച്ചു. പിന്നെ ഹായ് ഫ്രണ്ട്സ്, വ്യത്യസ്തങ്ങളായിട്ടുള്ള വീടുകൾ നമ്മൾ ഒരുപാട് കാണിച്ചു. ഇന്ന് നമ്മുടെ നാടിൻ്റെ തനിമ ഉണർത്തുന്ന രീതിയിൽ ഒരു നാലുകെട്ടിൻ്റെ വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത്. തൃശ്ശൂരാണ് വന്നിരിക്കുന്നത്. നേരെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന ഒരു അടിപൊളി നാലുകെട്ട്. ഒരുപാട് ആൾക്കാർക്ക് താല്പര്യമുള്ള ഒരു കാര്യമാണ് സാധാരണ വീടിനും അപ്പുറം വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും വീടുകൾ ചെയ്യണമെന്ന്. നമ്മുടെ പണ്ടത്തെ തറവാട് വീട് പോലെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കുളിർമ നിറഞ്ഞ 2400 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടി മനോഹരമായിട്ട് ചെയ്തിട്ടുള്ള വീട് തന്നെയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. വീടുപണിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ പേജിലും ചാനലിലുണ്ട്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സന്ദർശിക്കണേ. ഡെക്കോർ ഡിസൈൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം ആൽക്കാർ. മനോഹരമായ ഈ വീടിൻ്റെ മുറ്റം നല്ല രീതിയിൽ ഇൻ്റർലോക്ക് ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇൻ്റർലോക്കിനിടയ്ക്ക് ആർട്ടിഫിഷ്യൽ ഗ്രാസും കൂടെ എടുത്തപ്പോൾ ആ ഒരു തനിമ അവിടെ നിൽക്കുന്നുണ്ട്. സാധാരണ രീതിയിൽ മുമ്പൊക്കെ സാധാരണ നാച്ചുറൽ മുറ്റവും അതിലേക്ക് ഗ്രാസൊക്കെയാണ് കൊടുക്കാറുള്ളത്. പക്ഷേ കാലങ്ങൾ കഴിയുമ്പോൾ അത് കാട് പിടിച്ച് മെയിൻ്റനൻസ് ഇല്ലാതെ പോകുന്നൊരവസ്ഥ കാണാറുണ്ട്. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ചെയ്തിട്ടുള്ളത്. നേരെ ഈ കാണുന്ന കിളിവാതിലൂടെ അല്ലെങ്കിൽ ഈ ഒരു വഴിയിലൂടെയാണ് ഇതിലേക്ക് വരേണ്ടത്. അതായിരുന്നു പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു സിസ്റ്റം. പക്ഷേ ഗേറ്റും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാറും മറ്റുമൊക്കെ ഇറക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു ആംഗിളിൽ തന്നെ സ്റ്റെപ്പിലേക്ക് നേരെ എൻ്റർ ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കൂടെ ഭവ്യ ചേച്ചിയാണുള്ളത്. ഭവ്യ ചേച്ചി, വീട് അടിപൊളിയാണ്. മോന്റെ പേരുന്നായിരുന്നു? കൃഷ്ണൻ കുഞ്ഞിക്കേശു എന്ന് വിളിക്കും. അങ്ങനെയാണ് വിളിക്കുന്നത് അല്ലേ? ഹസ്ബൻഡ് വിചേട്ടൻ ആളിവിടെ ഇല്ല, ആള് ജോലിക്ക് പോയി. 8 മണിയാകുമ്പോ പോകില്ലേ? നേരത്തെ പോകും. നമ്മൾ ഈ വീട് കാണാൻ വേണ്ടി അതിരാവിലെ തന്നെ വന്നിട്ടുണ്ടെന്ന് അതൊക്കെ കിട്ടിയിട്ടില്ല. ഇതുപോലുള്ള തറവാട് വീടുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്തുകൊണ്ട് മോഡേൺ വീടുകളൊന്നും കണ്ടംപററി ഒന്നും സെലക്ട് ചെയ്യാതെ ഇങ്ങനെ ഒരു വീട്ടിലേക്ക് എത്തി? സത്യത്തിൽ ഇത് പഴയൊരു തറവാട് വീട് തന്നെയായിരുന്നു. ഇവിടെ സ്ഥാനത്ത് ഞങ്ങളുടെ തറവാടായിരുന്നു. അത് ഏട്ടന്റെ വീടാണ്. ഇവിടെയായിരുന്നു ഞങ്ങൾ എല്ലാവരും ജോയിന്റ് ഫാമിലി ആയിരുന്നു. അപ്പൊ ഈ തറവാട് വീട് ഏകദേശം നിലനിർത്താൻ വേണ്ടി ഞങ്ങൾ കുറെ നോക്കിയായിരുന്നു. അതായത് എന്തെങ്കിലും റിനോവേഷൻ നടത്താൻ വേണ്ടിയിട്ട്. പക്ഷെ വന്നവർക്ക് ആർക്കും അതുമ്മ തൊടാനുള്ള ഒരു ധൈര്യമില്ല. കാരണം അതിന് 1956 പണിത വീടായിരുന്നു. 56. അപ്പൊ ആർക്കും അത് പൊളിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. അത് ഇതേപോലെ തന്നെ ഇങ്ങനെ പണ്ടത്തെ പോലെ ഏറ്റവും മേലെ പിന്നെ അതിന്റെ അടിയിൽ തട്ടിട്ടിട്ട് വലിയ വരാന്തൊക്കെ ഇട്ടൊരു വീടായിരുന്നു. അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ എന്ന് വെച്ചാൽ എനിക്കും പഴയ വീടുകൾ ഭയങ്കര ഇഷ്ടമാണ്. പഴമ പുതുമ ഇഷ്ടമില്ലായിട്ടല്ല, പക്ഷെ അതിനോടൊരു എന്തായാലും ഒരു അറ്റാച്ച്മെന്റ് ആണ്. അപ്പൊ അതേപോലത്തെ ഒരു വീട് വേണമെന്നുണ്ടായിരുന്നു. അപ്പൊ വീട് പണിയുമ്പോ ഹസ്ബൻഡ് ഒരു കണ്ടീഷൻ വെച്ചത് ഒറ്റ നിലയായിരിക്കണം എന്ന് പറഞ്ഞു. ഒറ്റ നില. അപ്പൊ പിന്നെ നിന്റെ ഇഷ്ടത്തിന് പണിതോളാനും പറഞ്ഞു. അപ്പൊ എന്റെ ഇഷ്ടങ്ങൾക്ക് ആള് കൂട്ടു നിന്നപ്പോ ഈ വീട് ഇങ്ങനെ കംപ്ലീറ്റ് ആയപ്പോ അദ്ദേഹം പറഞ്ഞു. എല്ലാവരും ഭയങ്കര ഇഷ്ടമായി. ആർക്കും ഒരു ഇഷ്ടക്കേട് എവിടെയും പറഞ്ഞിട്ടില്ല അല്ലെ? കാരണം ആ ഒരു പണ്ടത്തെ തറവാട് വീട് എങ്ങനെയാണോ അങ്ങനെ തന്നെ എപ്പോഴും ഒരു ഐശ്വര്യം, ഒരു എന്താ പറയാ, ഒരു എന്തോ ഒരു
അറ്റാച്ച്മെന്റ് ഉണ്ട്. കാണുന്നവർ അട്രാക്ട് ചെയ്യുന്ന ഒരു കഴിവ് അത് മാത്രല്ല മുമ്പ് ഉണ്ടായിരുന്ന വീട് പൊളിച്ചപ്പോ ഒരുപാട് ആൾക്കാർ അയ്യോ എല്ലാരും പറഞ്ഞു ഇത്ര നല്ല വീട് എന്തിനാ പൊളിച്ചേ, ഇത്ര നല്ല വീട് എന്തിനാ പൊളിച്ചേ. അപ്പോഴേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതിനോട് അത്രയ്ക്ക് എന്തായാലും ആവില്ല. നമുക്കിപ്പോ ആ ഒരു പഴമ കൺസ്ട്രക്ഷൻ നമുക്ക് ഒരിക്കലും കിട്ടില്ല, നമുക്ക് കാലത്ത് നടക്കില്ല. കാരണം അത് ഫുള്ള് വുഡാണ്, തട്ട് വുഡാണ്. അതൊന്നും ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് അത്ര പ്രാക്ടിക്കൽ അല്ല. പക്ഷെ എന്നാലും അതിനൊട്ടും മോശമാവാതെ എന്നാൽ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു വീട്, അതായിരുന്നു ഡ്രീം. അപ്പൊ പിന്നെ അത് സാധിച്ചു. അത് സാധിച്ചുകൊണ്ടാണ് നമ്മളെ വിളിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ഞങ്ങൾ ഇങ്ങനെ ഒരു വീട് പണിതിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ. സത്യമാണ്, അത് ഞങ്ങൾ കണ്ടപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് വന്നതും പരിചയപ്പെടുത്തുന്നത്. ഇതിന്റെ ഡിസൈൻ വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മുമ്പ് കാലങ്ങളിൽ ഉണ്ടായിരുന്ന ട്രഡീഷണൽ ഐഡിയാസ് എല്ലാം ഉൾക്കൊള്ളിച്ച് അതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ വലിയ തൂണുകൾ, ഇത് കോൺക്രീറ്റിലാണ് ചെയ്തിട്ടുള്ളത്. മുമ്പ് മരത്തിലായിരുന്നു, മരത്തടിയാകുമ്പോൾ അതിൻ്റെതായ കാര്യങ്ങളുണ്ടല്ലോ. ഇത് അതേ പെയിൻറ് ഫിനിഷിൽ, വീട്ടി ഫിനിഷിൽ എല്ലാ തൂണുകളും ഒരുപോലെ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് കൊടുത്തിരിക്കുന്ന സ്ലാബുകൾ നമുക്ക് കാണാൻ പറ്റും. ഫുൾ ബോഡി സ്ലാബുകളാണ് ഇവിടെ എല്ലാം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരേ ഫിനിഷിൽ മുഴുവനായിട്ട് ആ ഒരു സ്കീം വന്നിരിക്കുകയാണ്. നേരെ എൻ്റർ ചെയ്യുമ്പോൾ ഈ ഒരു ഷേപ്പിലുള്ള ഡിസൈൻ സാധാരണ 4 കെട്ടുകൾക്ക് നമുക്ക് കാണാറുണ്ട്. അതേ ഡിസൈൻ വന്നിരിക്കുകയാണ്. അതുപോലെ മേലേക്ക് വരികയാണെങ്കിൽ റൂഫിംഗ് ടൈല് റെഡ് കളറിൽ കൊടുത്തു. അതിന് താഴെ സീലിങ്ങോട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ എഡ്ജിലൂടെ വരുന്ന ഒരു ഡിസൈൻ ഉണ്ടല്ലോ, പണ്ട് കാലങ്ങളിലുള്ള വീടുകൾക്കൊക്കെ ഉണ്ടാവാറുണ്ട്. അതേ സ്റ്റൈൽ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ പൂച്ചട്ടി പോലും കളിമണ്ണ് കൊണ്ടുള്ള ചട്ടികളാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ അടിപൊളിയാക്കിയ ഒരു വീട് തന്നെയാണ്. ഡീറ്റെയിലുകൾ ഒരുപാടുണ്ട് ഇതിനകത്ത് പറയുകയാണെങ്കിൽ. പണ്ടത്തെ വീട് എന്താവണോ ആ ഒരു തനിമ കീപ്പ് ചെയ്യണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണ്ടേ. ഈ ഒരു എൻട്രൻസിലേക്ക് വരാം. ഈ ഒരു വീടിൻ്റെ മൊത്തം സ്റ്റൈൽ എടുത്ത് നോക്കുകയാണെങ്കിൽ വലിയ വരാന്തകൾ ഉണ്ടാവും. സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു രീതിയിലാണ് ഉണ്ടാവാറുള്ളത്. 2 സൈഡിലും വലിയ വരാന്തകൾ നീളത്തിൽ അങ്ങനെ കിടക്കുകയാണ്. അതിൻ്റെ എൻട്രൻസ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു പോർഷൻ ഉണ്ടാവുക. ഇവിടെ ടൈലുകൾ കൊടുത്ത് നമുക്കൊന്നും കൂടെ അടിപൊളിയാക്കിയിട്ടുണ്ട്. സ്റ്റെപ്പുകളിൽ ഈ കളർ സ്കീമിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഫുൾ ബോഡി ടൈലുകൾ കൊടുത്ത് എഡ്ജൊക്കെ കർവ് ചെയ്തു. എന്നാൽ ഇങ്ങോട്ട് വരുമ്പോൾ ആ ഒരു അത്തംകുടി ടൈലിൻ്റെ ഫീല് കിട്ടുന്ന രീതിയിലുള്ള ടൈലുകൾ ഇപ്പം മാർക്കറ്റിൽ ഒരുപാടുണ്ട്, നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഇവിടെ കിട്ടുന്നത്. ഈ ഒരു വലിയ വരാന്തയിൽ ഇരിക്കാൻ സ്ഥലം ഇഷ്ടം പോലെ ഉണ്ട്. എന്നാലും അഡീഷണൽ പണ്ടത്തെ ഒരു ഫീല് കിട്ടുന്ന രീതിയിലുള്ള ഒരു ചെയർ അഡീഷണൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു വരാന്തയിലൂടെ നമ്മൾ നടക്കുകയാണെങ്കിൽ വീടിൻ്റെ ഫുൾ ഫീലിംഗ് നമുക്ക് കിട്ടും. മൊത്തമായിട്ട് മുമ്പ് ഉപയോഗിച്ചിരിക്കുന്നത് വുഡ് കൊണ്ടുള്ള മെറ്റീരിയൽ അല്ലെങ്കിൽ അതിൻ്റെ ബീം എല്ലാ കാര്യങ്ങളും. പക്ഷേ ഇപ്പോൾ എല്ലാം മെറ്റലിൽ ചെയ്തിരിക്കുകയാണ്. കാരണം കുറേ കാലം നിൽക്കണമല്ലോ. അപ്പോൾ ഒരു മോഡേൺ 4 കെട്ട് തന്നെയാണ് നമ്മളിപ്പോൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങോട്ട് വരികയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള വുഡൻ വിൻഡോകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇങ്ങോട്ട് വരുമ്പോൾ നാച്ചുറൽ ടെറാക്കോട്ട ഒറിജിനൽ ടൈലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ടെറാക്കോട്ടയുടെ കട്ട് ചെയ്ത് വെച്ച ടൈലുകളാണ് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോയിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ഏരിയയിൽ തന്നെ ഒരുപാട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒരു ക്ലാസിക് ഫീല് വരുത്തുന്ന രീതിയിൽ തന്നെയാണ് ടച്ച് ചെയ്തിട്ടുള്ളത്. അഡീഷണൽ ആയിട്ട് വരുന്ന ഓരോ കാര്യങ്ങളും അങ്ങനെ തന്നെ. മെയിൻ ഡോറിലേക്കാണ് നമ്മൾ വരുന്നത്. നല്ല കൊത്തുപണിയോട് കൂടിയിട്ടുള്ള ഒരു വീട്ടി സ്റ്റൈൽ ഡോറ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആ ഒരു തനിമ എങ്ങനെയുണ്ടോ അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അകത്തുള്ള കാഴ്ചകളിലേക്കാണ് വരുന്നത്. അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂ, നല്ല ഒരു ക്ലാസിക്കൽ ടച്ചിൽ ഒരു നടുമുറ്റം തന്നെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ ഈ വീടിനകത്ത് ഈ ഒരു മെയിൻ ഹാളിൽ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ചെറിയ സ്പേസ് ആണോ നമുക്ക് തോന്നും. നടുമുറ്റം ആ ഒരു മഴവെള്ളം അകത്തേക്ക് വീണ ആ ഒരു ഫീല് കിട്ടുന്ന രീതിയിൽ തന്നെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്രയ്ക്ക് ഡീറ്റെയിൽ ശ്രദ്ധിച്ചിട്ടാണ് ഭവ്യേച്ചി ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഭവ്യേച്ചി ഒരുപാട് കഷ്ടപ്പെട്ടെന്ന് തോന്നുന്നല്ലോ ഈ വീട് ഇങ്ങനെ ആക്കിയെടുക്കാന്. തീർച്ചയായിട്ടും കുറെ കാലത്തെ കഷ്ടപ്പാടുണ്ട്, 2 വർഷത്തെ എന്താ പറയാ കഷ്ടപ്പാടുണ്ട് തന്നെ പറയാം. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് വീട് പണിയുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു വീട് ഇങ്ങനെയായിരിക്കണം എന്ന് ഓൾറെഡി ഐഡിയ ഉള്ളത് കൊണ്ട് തന്നെ ആദ്യം തന്നെ സാധനങ്ങളൊക്കെ ഏകദേശം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ പ്ലാൻ വരച്ചപ്പോ ഉള്ളിലുണ്ടാവുമല്ലോ, കയറി വരുമ്പോ ഇങ്ങനെ വേണം, കയറി വരുമ്പോ ഇത് വേണം. അപ്പോ അങ്ങനെ ഓരോന്ന് ഒറ്റ ദിവസം കൊണ്ടൊന്നും വാങ്ങിയിട്ടുള്ളതല്ല. എനിക്ക് തോന്നുന്നു ഒരു 3 വർഷമായിട്ടുണ്ടാവും ഞാൻ പർച്ചേസ് തുടങ്ങിയിട്ട്. കാരണം അവസാന ഘട്ടമാകുമ്പോൾ നമുക്കറിയാം, വീട് പണിതവർക്ക് അറിയാം, നമ്മള് 3 തരത്തിലാക്കും: ആവശ്യം, അത്യാവശ്യം, അനാവശ്യം. അതെന്തായാലും നമ്മൾ തീരുമാനിക്കും. അപ്പോ ചിലപ്പോ നമുക്കിത് തോന്നും, വേണ്ട. പക്ഷെ അപ്പൊ അതൊന്നും ഒഴിവാക്കാൻ പാടില്ലെന്ന് എനിക്ക് ആദ്യം ഉള്ളത് കൊണ്ട് തന്നെ
ഒരുവിധം ഇന്റീരിയറിനുള്ള ഇപ്പൊ നമ്മുടെ സ്വാമി മുറിയിലുള്ള സാധനങ്ങളായാലും പിന്നെ ക്ലോക്കുകളായാലും ലൈറ്റുകളായാലും എല്ലാം തന്നെ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 2.5 വർഷം മുന്നൊക്കെ ഇത് വാങ്ങിച്ചു വെച്ചു ഒക്കെ വാങ്ങിച്ചു വെച്ച് അപ്പൊ നമുക്ക് ഉണ്ട് ഇങ്ങനെയൊക്കെ വേണം എന്നുള്ളൊരു ചിന്തയുണ്ട്. ഇതൊക്കെ വുഡാണ്, അത് മൾട്ടിവുഡിൽ ചെയ്തുള്ളതാണ്. വുഡ് ജെറോക്ക എന്ന് പറയും. ഇല്ല, ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ളതല്ല, പുറമേന്നാണ്. നമ്മുടെ നാട്ടിൽ അധികം കണ്ടിട്ടില്ലേ, ഞാൻ ഉണ്ടാവും എനിക്കറിയില്ല. ഓക്കെ, പക്ഷെ ഈ ഭാഗത്ത് കൂടെ കാണിച്ചാലോ, ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒരു ബുദ്ധ സ്റ്റാച്ചു ചെയ്തു, അതില് നല്ല ലൈറ്റ് കൊടുത്തു, വെള്ളം അല്ലെ, വാട്ടർ ഫീച്ചർ കൊടുത്തു. ഇതൊരു മോഡേൺ ഐഡിയ കൂടി ഇതിനകത്ത് കൊണ്ടുവന്നു അല്ലെ. എന്നാൽ പഴയതാണെന്നുള്ള ഫീല് വേണ്ടാത്തവർക്ക് ഇവിടെ ഉണ്ട്. ഒരു കേറി വരുമ്പോ ഒരു കാം ഒക്കെ ആയിട്ട് മൂഡ് കിട്ടാനും എന്ന് വെച്ചാൽ പണ്ട് മുതലേ എനിക്ക് ഇപ്പൊ വളർത്തുമീനായാലും വളർത്തുന്ന എന്ത് പെറ്റ്സിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ബുദ്ധനും കോഴിക്കാർപ്പും ഭയങ്കര ഒരു കോമ്പിനേഷൻ. അപ്പൊ അങ്ങനെ ചെയ്തതാണ്. ഫ്ലോറിലുള്ള ടൈലുകൾ അടിപൊളിയായിട്ടുണ്ടല്ലോ. ഇത് ഒരു പ്രത്യേക തരം ടൈലുകളാ. ഇത് മൊറോക്കൻ ടൈപ്പ് ടൈലാണ്. കുറച്ച് അന്വേഷിച്ചിട്ടാണ് കിട്ടിയത്, പെട്ടെന്നൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഓർഡർ കൊടുത്തിട്ട് കുറച്ച് നമുക്ക് താമസിച്ചു. കാരണം അവര് പറയുന്നത് ചെറിയ പാർക്കിലേക്കാണ് കൂടുതൽ ഇത് പോവാറുള്ളത്. പിന്നെ പള്ളികളില് പോവാറുണ്ട്, പള്ളികളിലെ നിസ്കാര സമയത്ത് മൊറോക്കൻ. അപ്പൊ കുറച്ച് സമയം എടുത്തു, പക്ഷെ കുറെ അന്വേഷിച്ചെങ്കിലും നമുക്ക് മനസ്സിനിണങ്ങിയത് തന്നെ കിട്ടി. പുറമെ അത്താൻകുടി ടൈല് പോലെയുള്ള ആത്താൻകുടി ടൈല് പോലെയാണ്. കറക്റ്റ് ആത്താൻകുടി ആണോ എന്ന് എനിക്ക് അറിയില്ല അത് കറക്റ്റ്, കാരണം അവര് വരുത്തി തന്നതാണ്. നമ്മള് കുറെ അന്വേഷിച്ച് ചെന്നപ്പോ എവിടെയും നമുക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടുന്നില്ല. അപ്പൊ ഈ ടൈല് ഒരു മൂലക്ക് ഇരിക്കുന്ന കണ്ടതാ, പൊടി പിടിച്ചിട്ട് ആർക്കും വേണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനത്തെ ടൈല് വേണം എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു കിട്ടാൻ പ്രയാസമാണ് എന്ന് പറഞ്ഞിട്ട് 2.5 മാസം 3 മാസം എടുത്തു അവർ എത്തിച്ചു തരാൻ വേണ്ടിട്ട്. ഇനിയിപ്പോ ഇത് സാധാരണ നല്ല തടി കൊണ്ടാണ് ഇതുപോലുള്ളതൊക്കെ നിർമ്മിക്കാൻ. ഞാൻ പറഞ്ഞു ഇത് തടി കിട്ടുമോ? ഇത് തടി നിർമ്മിച്ച് നമ്മുടെ തടിയുമ്പോ കോൺക്രീറ്റ് ആണ്, കോൺക്രീറ്റിന് ഡിസൈൻ ചെയ്തുള്ളതാണ്. ഈ ബീമുകളൊക്കെ കോൺക്രീറ്റ് തന്നെ. അതെ 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 അതെ. നല്ല നാടൻ ഓടുകൾ കൊടുത്തു. ആ ഓട് ഇതൊരു തറവാട് വീടായിരുന്നു. ഇതില് ഇവിടെ നോക്കിയാ വീട് കാണാം, ഇതാണ് ആ വീട്. ഓക്കെ. അത് മാത്രല്ല ഇവിടെ ഒരു ലൈഫ് ട്രീ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇതിനകത്ത് ഉണ്ട് ഇവരുടെ ജീവിതം. ഇതായിരുന്നു ആ പഴയ വീട്. അപ്പൊ ആ പഴയ വീടിന്റെ കുറെ ഓടാണ് മൂപ്പരുടെ ഇപ്പൊ ഈ വീടിന്റെ മുകളിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് പഴയതും ഒഴിവാക്കി എന്നുള്ള ഒരു ഫീല് ഓടുണ്ട്. പിന്നെ വെച്ചാൽ അതിന്റെ കുറെ മരങ്ങളൊക്കെ നമുക്ക് ഫ്രെയിമിന് കിട്ടിയിട്ടുണ്ട്. ജനലൊക്കെ ഫ്രെയിമിന് മരത്തിൽ നല്ല മരങ്ങളായിരിക്കുമല്ലോ. ഇവിടെ പൂജാമുറി ഇവിടെ സെറ്റ് ചെയ്തു. പൂജാമുറി ഇതിനകത്ത് മ്യൂറൽ പെയിന്റ് വരപ്പിച്ചതാണ്. ഷാജി പറഞ്ഞൊരു ചേട്ടൻ വരച്ചതാണ് അത്. നല്ല രസമായിട്ടുണ്ട്. ഇത് കൃഷ്ണനും രാധയാണ് അല്ലേ? കൃഷ്ണനും രാധ ഒരു വൃന്ദാവനത്തിലാണെന്ന് തോന്നുന്നു. മാക്സിമം ചെയ്തിട്ടുണ്ട്. ആള് നന്നായി ചെയ്തു തന്നിട്ടുണ്ട്. അത് ഊഞ്ഞാല് കൊടുത്തു. ഊഞ്ഞാല് ഒരു ബേവിൻഡോ ഉണ്ടല്ലോ അതിനകത്ത്. എല്ലാ റൂമിലും നമ്മള് ബേവിൻഡോ കൊടുത്തിട്ടുണ്ട്. പഴയതാണെങ്കിലും സൗകര്യം വേണമെന്ന് ഇരിക്കാനൊക്കെ ഒരു വേണ്ടിയിട്ട് നമ്മള് ബേവിൻഡോസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതുപോലുള്ള വീടുകളിലെ പൊതുവെ ഉണ്ടാവുന്ന ഒരു കുറവ് ഞാൻ പറയുന്നത് ലൈറ്റ് കുറവായിരിക്കും. പക്ഷെ ഇവിടെ നിങ്ങൾ മാക്സിമം ലൈറ്റുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഹസ്ബൻഡിന്റെ പ്രൊഫൈൽ ലൈറ്റ്. എനിക്ക് ഈ വീടിന്റെ പ്രൊഫൈൽ ലൈറ്റ് ചേരുമോ എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ആളുടെ അതിലാണ് അത് പ്രൊഫൈൽ ലൈറ്റ് വന്നത്. അപ്പൊ വെളിച്ചത്തിനൊന്നും കുറവില്ല. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് തുറന്നാല് ഭയങ്കര ഒരു അങ്ങോട്ട് പറമ്പാണ്. ലോങ് വ്യൂ കിട്ടും. അപ്പൊ ഒരു കാമായിട്ട് ഇരിക്കാൻ പറ്റുന്ന സമാധാനമായിട്ട് ഇരിക്കാം. രാത്രി പേടിയാവുകയും ചെയ്യും. രാത്രി പേടിയാവും. നിറയെ കുറുക്കന്മാരുണ്ടല്ലേ. ഓക്കെ, ഈ സൈഡിലേക്ക് നോക്കാൻ നല്ല വാൾപേപ്പേഴ്സ് ഒക്കെ സെറ്റ് ചെയ്തു. TV യൂണിറ്റ് ഇവിടെ ആട്ടോ വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തല്ലേ നല്ലൊരു ക്യാപ്സ്യൂൾ സ്റ്റൈലിലുള്ള TV യൂണിറ്റ് ആട്ടോ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഒരു ഫ്രെയിം കൊടുത്തു, ലൈറ്റ് കൊടുത്തപ്പോൾ ഈ ഒരു ഏരിയ അടിപൊളിയായി. ഈ ഒരു ഭാഗത്തേക്ക് വരാം. ഡൈനിങ് സ്പേസ് ആണ്. നല്ല ഒരു 6 പേർക്ക് സുന്ദരമായിട്ട് ഡൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് കൊടുത്തു. അതുപോലെ ഇവിടെ വാഷ് ബേസിന്റെ ഏരിയയിൽ നല്ല ലൂസ് കൊടുത്ത് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഈ വാഷ് ബേസിന്റെ മേലുള്ള പാറ്റേൺ അങ്ങനെ തെരഞ്ഞു കുറെ നടന്നോ? അത് കുറെ നടന്ന് എവിടെയും കിട്ടാതെ കിട്ടിയതാണ്. ദേവാനുഗ്രഹം കൊണ്ട് കിട്ടിയതാണ്. പിന്നെ ഇതിന് ചേരുന്നതാവണം ഇത് എനിക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു. പിന്നെ അത് ചേരുന്നത് തന്നെയാണ് നമ്മുടെ ഡിഷ് വാഷറും. അതിന് ചേരുന്ന തന്നെയാണ് അവിടെ ഇരിക്കുന്ന ഒരു ഫ്ലവർ വേസ്. പിന്നെ എവിടെ നോക്കിയാലും ഒരു ജീവന്റെ തുടിപ്പ് കാണാം. അവിടെ ഉണ്ട് അല്ലേ. ഇതൊക്കെ മെയിൻ്റെനൻസ് കുറച്ച് പാടാണ്. പിന്നെ മക്കളും സഹായിക്കൂലേ? കാരണം ഇതൊക്കെ ആർട്ടിഫിഷ്യൽ അല്ല കേട്ടോ, എല്ലാം നാച്ചുറൽ പ്ലാന്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയും അക്വേറിയം അല്ലേ. അതെ അതെ. ഇത് ശരിക്കും കിച്ചണിൽ നിന്ന്
ഡൈനിങ്ങിലേക്കുള്ള ഒരു വ്യൂ ആണ്. അതെ അതെ, ഒരു പ്രൈവസിയും കൂടി ഉണ്ട് ഇതിനകത്ത്. പ്രൈവസി കൂടി ഉണ്ട്. അത് ശരിക്കും എല്ലാരും ഇപ്പൊ മറ്റേ ഓപ്പൺ കിച്ചൺ ഒക്കെ അല്ലേ. അതെ അതെ, ഞാൻ അത്ര എക്സ്പേർട്ട് ഒന്നല്ല കുക്കിംഗ്. അപ്പൊ ഗസ്റ്റ് വന്നിരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോ നമുക്ക് അറിയാത്തത് കൊണ്ടൊരു പ്രശ്നം ഉണ്ടാവും. ഇതാവുമ്പോ നമുക്ക് ടെൻഷൻ ഇല്ല, എന്നാൽ ചെറിയൊരു വ്യൂ ഉണ്ടായാലും നമുക്ക് ഇപ്പുറത്തെ കാണാം, അവർക്ക് മീനുകളെ കാണാം. അങ്ങനെയാണ് അതിന്റെ ഒരു കാര്യങ്ങൾ അല്ലേ. മാസ്റ്റർ ബെഡ്റൂമിലാണ് വന്നിരിക്കുന്നത്. നല്ല വിശാലമായിട്ടുള്ള ബെഡ്റൂമിൽ ഏറ്റവും അട്രാക്റ്റീവ് ആക്കുന്നത് നല്ലൊരു ബെഡ് കോട്ട് കൊടുത്തു. അതുപോലെ നല്ലൊരു വാർഡ്രോബും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ബെഡ് കോട്ടാണ് ആളുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇത് മുമ്പ് ഉണ്ടായിരുന്ന ബെഡ് കോട്ടാണോ? അല്ല അല്ല അല്ല, അങ്ങനെ ഇതിന്റെ പണി ഇതാണോ? അതെ, ഇത് ഒരുപാട് കടകളിൽ അന്വേഷിച്ചു. അപ്പൊ എല്ലായിടത്തും ഇപ്പൊ മോഡേൺ ലുക്കിലുള്ളത് വരുന്നുള്ളൂ. അപ്പൊ ഇത് എവിടെയും കിട്ടാതെ ആയപ്പോ ഒരു കടക്കാരൻ പറഞ്ഞു, ഞങ്ങളുടെ ചെലവാവാത്ത പണ്ടുള്ളതൊക്കെ ഒരു മൂലയ്ക്ക് കൂട്ടിയിട്ടുണ്ട്. ടീച്ചറുടെ ഐഡിയ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു അതിലേതെങ്കിലും ടീച്ചർക്ക് ഇഷ്ടാവും, ടീച്ചർ ഒന്ന് വരുമെന്ന് പറഞ്ഞിട്ട് അവരുടെ ഏറ്റവും മേലെ കിടന്നിരുന്ന ആളാണ് ഇത്. ആള് വീട്ടിലാണ്, വീട്ടിൽ കട്ടിലാണ്. അപ്പോ അവര് പറയണ ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ചോദിച്ചൊരാള് വരുന്നതെന്ന് പറഞ്ഞിട്ട് കിടന്നിരുന്ന ആളാണ്. പക്ഷെ ഈ വീടിന് ഏറ്റവും ആപ്റ്റ് ആവുന്ന രീതിയിൽ തന്നെയാണ് അതുള്ളത്. അവിടെ അറ്റാച്ച്ഡ് ടോയ്ലറ്റും ഡ്രസ്സിംഗ് ഏരിയയും അതുപോലെ ഈ ബേവിൻഡോ നിർബന്ധമാണ് എല്ലാ റൂമിലും ബേവിൻഡോ കൊടുത്തിട്ടുണ്ട്. ഭംഗിയായിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ റൂമിന്റെ ഒക്കെ ഒരു പ്ലേസ്മെന്റ്. കുട്ടികളുടെ ബെഡ്റൂമാണ്. ഗ്രീൻ ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. ടൈലും അതിന് മാച്ച് ചെയ്ത് ഗ്രീൻ ചെയ്തു. അതുപോലെ വിൻഡോയിലെ സീറ്റ് ഗ്രീൻ ചെയ്തു. ആ വാളിലും കുറച്ച് ഗ്രീൻ ടച്ച് വന്നു അല്ലേ. എല്ലാ ഫർണിച്ചേഴ്സിലും ആ ഗ്രീൻ ടച്ച് വന്നു. വാർഡ്രോബിലും വന്നു. എന്താ ഗ്രീനോട് അവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും? ഇല്ല, അതല്ല, 3 ബെഡ്റൂം 3 തീമിലാവണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. അപ്പോ ഇതെന്ന് വെച്ചാൽ കുറച്ച് കളർഫുൾ ആണ്, എന്നാ ഒരുപാട് കളർഫുൾ അല്ല. എന്നാ എന്താ പറയാ, കാണുമ്പോ ഒരു കണ്ണിന് ഒരു കുളിർമ. നമ്മളെ അകത്തുനിന്ന് ഇങ്ങോട്ട് വരുമ്പോ ഒരു വ്യത്യസ്തത. ഫാനും ഗ്രീൻ തപ്പിയെടുത്തു അല്ലേ. ഇനിയിപ്പോ ഈ ഒരു ബെഡ് കോട്ട് നേരത്തെ കണ്ട പോലെ അല്ല, ഇതില് അങ്ങനത്തെ കുറച്ച് മോഡേൺ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ. കുട്ടികളാണല്ലോ അല്ലെ, അവർക്ക് വേണ്ട കാര്യങ്ങൾ. ഈ ചാടം മറിച്ചിലാവുമ്പോ മറ്റേ മണ്ട മുട്ടിയാലും പ്രശ്നം വരൂല. അതെ അതെ, അതിന് വേണ്ട കാര്യങ്ങൾ കുഴപ്പമുണ്ടാവില്ല. അപ്പൊ ഇതിനകത്ത് നല്ലൊരു വാർഡ്രോബ് ഗ്രീനിൽ ചെയ്തു. അതുപോലെ ഒരു ഡ്രസ്സിംഗ് ഏരിയ ചെയ്തു. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് സൗകര്യമുണ്ട്. മൂന്നാമത്തെ റൂമിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഒരു ഗ്രേ ടച്ച് ആണ്. ഇത് ഇവിടുത്തെ അമ്മയുടെ റൂമാണ്. കുറച്ചൊരു ലൈറ്റ് കളറാണ്, ഒരു ചെറിയൊരു എന്താ പറയാ വയസ്സായ. ഞാൻ മനസ്സിലാക്കുന്നതേ ടീച്ചറാണെന്ന് തോന്നുന്നു അല്ലേ. പക്ഷെ കളറിനെ കുറിച്ച് ഒരു നല്ല ധാരണ ഉണ്ട്. ഓരോരുത്തർക്കും ഏത് കളർ വേണം, എന്താ അവർക്ക് ഇഷ്ടാവും, അതൊക്കെ ഉണ്ട്, ഒരു ഐഡിയ ഉണ്ട്. അതെന്ന് വെച്ചാൽ നമ്മുടെ എന്ന് പറയുമ്പോ കുറച്ചുകൂടെ ക്ലോസ് അല്ലേ. അപ്പൊ നമ്മള് നമ്മുടേതായിട്ട് ക്രിയേറ്റീവായിട്ട് ചെയ്യുമ്പോ എനിക്ക് തോന്നുന്നു നമ്മുടെ ബെസ്റ്റ് ചെയ്യാൻ പറ്റും. അല്ല, ഞാൻ LP ടീച്ചറാണ്. സത്യം പറഞ്ഞ LP ടീച്ചർമാരായിരിക്കും അറിയാം, എല്ലാം അറിഞ്ഞിരിക്കണം. പാട്ട് പാടണം, ഡാൻസ് ചെയ്യണം, എല്ലാം അറിയണം. അതുപോലെ അതുകൊണ്ട് ഈ വീടിന്റെ എല്ലാമാണ് അദ്ദേഹം. അതാണ് ഇവിടെ പറയേണ്ടത്. ഇപ്പോ ഇവിടെ നമുക്ക് ഗ്രേ സ്കീമുള്ള ഈ ഒരു ബെഡ് കോട്ട് ഇത് ഒരു ഓൾഡ് തീമിലുള്ള, ഇതും ഓൾഡ് തീമിലുള്ളതാണ്. പക്ഷെ ഇത് വരച്ച് ചെയ്യിപ്പിച്ചതാണ്. അത് നമ്മള് കിട്ടാൻ ഞാൻ ഒരുപാട് അന്വേഷിച്ചു. പിന്നെ ഒരുപാട് ദൂരെയൊന്നും പോയി ഞാൻ അന്വേഷിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് അടുത്ത് അവൈലബിൾ ആയ ഷോപ്പിൽ പോയപ്പോ അവര് പറഞ്ഞു, ടീച്ചർ എന്നാ ഞങ്ങൾക്ക് ഒരു കാര്യം ചെയ്യും, ഞങ്ങൾക്കൊന്ന് വരച്ചു തരൂ, ഞങ്ങൾ അതുപോലെ ചെയ്തു തരാന്ന് പറഞ്ഞു. അപ്പൊ അത് ഈ ഡിസൈൻ വരച്ചു കൊടുത്തു, എന്നിട്ട് ചെയ്താണ്. നല്ല ടൈലുകൾ ഇതിലേക്ക് മാച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ പെയിന്റിങ്ങും ആർട്ട് വർക്കും അതുപോലെ മിറർ വരെ ഒരു ഡിസൈൻ ടച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെയും ബേവിൻഡോ പറയാനില്ല. സാധാരണ രീതിയിൽ ഓപ്പൺ കിച്ചൺ കാണുന്ന സ്ഥാനത്ത് ഇവിടെ ഒരു അക്വേറിയം. എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു അക്വേറിയം സെറ്റ് ചെയ്തു? അക്വേറിയം സെറ്റ് ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ ഇഷ്ടം തന്നെയാണ്. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി പെറ്റ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മള് കുക്ക് ചെയ്തിട്ടൊക്കെ ക്ഷീണിച്ചിട്ടൊക്കെ ഒന്നുകൂടി ഇരിക്കുവാണെങ്കിൽ ഒന്ന് കാണാനും, ഇപ്പൊ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ കണ്ടിട്ട് കണ്ട നമ്മൾ അടുത്ത് വരുമ്പോ കണ്ട ഉമ്മാരെല്ലാരും അടുത്ത് വരും. നല്ല പരിചയം കാണിക്കുന്നു അല്ലേ. അതുപോലെ കുട്ടികൾ മൊബൈലില് വീഡിയോ കണ്ടിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു കാല, അത് വേണമെങ്കിൽ കുറച്ചങ്ങ് കുറക്കാൻ പറ്റും. അപ്പൊ പിന്നെ അവർക്കും ഇഷ്ടമാണ്, അവർ ഭക്ഷണം കൊടുക്കും, പിന്നെ അവര് ക്ലീൻ ചെയ്യാന്ന് വെച്ചാൽ മാഗ്നറ്റ് ക്ലീൻസിട്ട് വെറുതെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടുള്ളൂ. അത് അവര് ക്ലീൻ ചെയ്യും. പിന്നെ നമ്മൾ ഓൾറെഡി ഫിൽറ്ററും എല്ലാം കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ വെള്ളം വരാനും പോവാനും ഒക്കെ സംവിധാനങ്ങളുണ്ട്. അപ്പൊ അവരും അവരുടേതായ കോൺട്രിബ്യൂഷൻ ഇവിടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ കിച്ചൺ എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്? യു ഷേപ്പ് ആണ്. ഒരു ക്രീം കളർ ഫുൾ ബോഡി ടൈല് കൊടുത്തു, വൈറ്റ് കളറിലെ ലാമിനേറ്റ്സ് ചെയ്തു, അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നത് ഇവിടുന്ന് നോക്കിയാൽ വീടിന്റെ ഫ്രണ്ട്
കാണാൻ തോന്നുന്നു അല്ലേ? ഫ്രണ്ട് കാണാം. ആ മുമ്പിൽ ആരാ വന്നേന്നൊക്കെ ഒന്ന് വേണമെങ്കിൽ ഇവിടുന്ന് കാണാൻ പറ്റൂലേ? കാണാം. റോഡും നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് തന്നെ കാണാൻ പറ്റും. ആ ഓക്കെ, അതുവരെ കാണാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. കിച്ചണിൽ നിന്ന് തന്നെ നമുക്ക് ഗസ്റ്റുകൾ ആരെങ്കിലും വരികയാണെങ്കിലൊക്കെ. പിന്നെ അത് മാത്രല്ല, നമ്മുടെ ഇത്തരത്തിലുള്ള വീടുകളുടെ വാസ്തുപ്രകാരം ഫ്രണ്ടിലാണ് കിച്ചൺ വരേണ്ടത്. കിഴക്കോട്ട് നോക്കിയിട്ടാണ് കുക്ക് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ കിച്ചൺ അതിനും കുറവ് വരുത്തിയിട്ടില്ല അല്ലെ? പക്ഷെ പുറമേ നിന്ന് നോക്കുമ്പോൾ ഇവിടെ കിച്ചൺ നമുക്ക് മനസ്സിലാവില്ല. ആ രീതിയിൽ തന്നെയാണ് അതിന്റെ ഡിസൈൻ വന്നിരിക്കുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്ത് വലിയ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു ക്രോക്കറി ഷെൽഫും കൊടുത്തിട്ടുണ്ട്, ലൈറ്റൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. സിമ്പിൾ കിച്ചൺ ആണ്. ഒരു അഡീഷണൽ കിച്ചണും കൂടെ ഉണ്ടാവുമായിരിക്കും. അതിന്റെ അപ്പുറത്ത് വർക്ക് ഏരിയയിൽ ഫയർ കിച്ചൺ ഉണ്ട്. ഫയർ കിച്ചൺ ഉണ്ട്. ഫയർ കിച്ചൺ അത് നിർബന്ധമാണല്ലോ. ഫയർ കിച്ചൺ നമുക്ക് നിർബന്ധമല്ല. പക്ഷെ ഇവിടെ അമ്മയുള്ളപ്പോഴാണ് ഫയർ കിച്ചൺ ഉപയോഗിക്കുക. അമ്മയാണ് ചോറ് അവിടെയാണ് അമ്മ വെക്കുക. അമ്മ അതിലാണ് ചോറ് വെക്കുക. ഓക്കെ, എന്താന്ന് വെച്ചാല് ടീച്ചർമാരാണ്, നല്ല തിരക്കുള്ള ആൾക്കാരാണ്. അതില് ഇതുപോലുള്ള ആവശ്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ആര് വന്നാലും ഈ നടുമുറ്റത്തിന് ചുറ്റും ഒന്ന് പ്രദക്ഷിണം വെച്ച് പോകും. ആ രീതിയിലാണുള്ളത് അല്ലേ? അപ്പൊ ഈ ഒരു സ്ഥലം, ഈ ഒരു വീടിന്റെ എന്താ പറയാ, ഹൃദയമാണെന്ന് ഞാൻ പറഞ്ഞാൽ തെറ്റുണ്ടാവില്ല. കറക്റ്റ് ശ്വാസം വിടാനുള്ള നല്ല എയർ പാസേജ് വീടിനകത്തേക്ക് വരുന്ന രീതിയിൽ നല്ലൊരു നടുമുറ്റാണ്. അപ്പൊ ഇങ്ങനെ ഒരു വീട് വെക്കുമ്പോ സ്വാഭാവികമായിട്ടും അഭിപ്രായങ്ങൾ പല ഭാഗത്തു നിന്നുണ്ടാവും. അയ്യോ ഭയങ്കരമായിരുന്നു, എന്തിനാണ് ഇവിടെ തുറന്നിട്ടിരിക്കുന്നത്, ഇവിടെ ഗ്ലാസ് ഇടണ്ടേ, ഇവിടെ ഗ്രില്ല് വേണ്ടേ, രാവിലെ അല്ലെങ്കിൽ രാത്രി പേടിയാവില്ലേ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നി. ചിലപ്പോ എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാവാം. ഇപ്പൊ നമ്മളിപ്പോ അവിടെ ഗ്രില്ലിട്ട് ഗ്ലാസ് ഇട്ട് മറിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന പർപ്പസ് നടക്കുന്നില്ല. അപ്പൊ ഗ്രില്ലിട്ടാ ഇനി ഭാവിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരണമെങ്കിൽ ഗ്രില്ലിടാം. കിളികളൊക്കെ ഉള്ളിലേക്ക് വരുന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇതുവരെ ആരും വന്നിട്ടില്ല. വരണേ മറക്കല്ലേ. പ്രാവുകളൊക്കെ ഉമ്മർത്ത് വരെ വന്നിട്ടുണ്ട്, ഇതിന്റെ ഉള്ളിലേക്ക് വന്നിട്ടില്ല, എത്തിയിട്ടില്ല. വരട്ടെ എന്തായാലും. പിന്നെ ഇങ്ങനെയുള്ള ഒരു വീട് ഉണ്ടാക്കുമ്പോ ഇതിന്റെ ബാക്കിൽ ഒരുപാട് നടന്നിട്ടുണ്ടല്ലോ, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഒറ്റയ്ക്ക് തന്നെയാണ് പല സംഭവങ്ങൾ വാങ്ങാനും പോയെന്ന് പറഞ്ഞു. അതെ അതെ അതെ, സത്യമാണ്. അപ്പൊ ആ ഒരു കഷ്ടപ്പാടിന്റെ റിസൾട്ട് ആണ്. അത് തീർച്ചയായിട്ടും ആ റിസൾട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കാണുമ്പോ ഒരുപാട് പേര് പറഞ്ഞു അത് നന്നായിട്ടുണ്ട്, വാവുമാണ് പറഞ്ഞു. അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഓക്കെ, താങ്ക് യു. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഞാൻ വന്ന് കാണാന്നേ വിചാരിച്ചുള്ളൂ, ഇത്രക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരിക്കലും വിചാരിച്ചില്ല. താങ്ക് യു. സ്കൂളിലേക്ക് പോകാൻ നേരമായിരുന്നു. സ്കൂളിലേക്ക് പോകാൻ നേരമായി തുടങ്ങി. ഓക്കെ, താങ്ക് യു.